ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കും എന്ന് പറയുന്ന നിങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കാമോ? എവിടെയാണ് നിങ്ങളുടെ ജീവൻ? എന്താണ് ജീവൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ അതല്ല, ഇത് ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, അതിന്റെ മറുപടി പറയാം. ചോദ്യത്തിന് നിങ്ങൾ ജീവൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലേ? ജീവനെ നിർവചിക്കൂ. അതെ, നിർവചിക്കൂ. ഡിഫൈൻ. അനിർവചനീയമായ ഒരു പ്രതിഭാസമാണ് ജീവൻ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു സാധനമാണ് ജീവൻ. ഒരിക്കലുമല്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് സയന്റിഫിക്കലി സോൾ, സ്പിരിറ്റ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾക്ക് ഡെഫിനിഷൻ പറയാൻ കഴിയില്ല. അപ്പൊ അനിർവചനീയമായ നിങ്ങൾ വെറും ശാസ്ത്രത്തെ മാത്രം അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ജീവൻ എന്ന ആ പ്രതിഭാസത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അഥവാ നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ശാസ്ത്രത്തിന് ജീവനെ നിർവചിക്കാൻ കഴിയും, പക്ഷേ സോൾ അല്ലെങ്കിൽ ആത്മാവിനെ നിർവചിക്കാൻ കഴിയില്ല. കാര്യം ശാസ്ത്രത്തിന് ഉള്ളതിനെ മാത്രമേ നിർവചിക്കാൻ കഴിയുള്ളൂ, ഇല്ലാത്തതിനെ നിർവചിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ നിർവചനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യാം, അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അത് ഫെയിലായാൽ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോവാം, അത്രയേ ഉള്ളൂ. ഇനി എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഒരു സംഗതി, ഇതോ ഇരിക്കുന്ന ഒരു സാധനം, ഒരു സംഗതി എന്നാണ്. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഉപാപചയ പ്രവർത്തനം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നു, ഫുട്ബോൾ കളി നിർത്തി. ആ ഫുട്ബോൾ കളി എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കളിച്ചുകൊണ്ട് എല്ലാ പ്ലെയേഴ്സും ഒരുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു കാര്യമാണ് ജീവനുള്ളത് എന്ന് പറയുന്നത്. എൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഓരോരോ കോശങ്ങളും ജീവനുള്ളതാണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതായതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലിരുന്ന് ജീവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ഞാനെന്ന് പറയുന്നത് എൻ്റെ മസ്തിഷ്കമാണ്. എൻ്റെ മസ്തിഷ്കം പറയുന്ന കാര്യങ്ങൾ, എൻ്റെ മസ്തിഷ്കത്തിൻ്റെ അപ്പൻഡേജസ് ആണ് എൻ്റെ കൈയും കാലും എല്ലാം. എനിക്ക് അങ്ങോട്ട് നടക്കണമെന്ന് എൻ്റെ മസ്തിഷ്കം പറയുമ്പോൾ എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ കൈയും കാലും അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സാധനമാണ്. മെറ്റബോളിസം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ കോശങ്ങളെ എടുത്ത് നോക്കിയാൽ പോലും അതിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റും. കാര്യം നമ്മൾ മരിക്കുന്ന ഒറ്റ അടിക്കല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ മരിക്കുക എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെം ആക്ടിവിറ്റി ഒന്നും ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ ഹൃദയത്തിന് ഇടിക്കാം, തെറ്റൊന്നുമില്ല. ഹൃദയത്തിൻ്റെ പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓരോ കോശങ്ങൾ മരിക്കുന്നത് ഓരോ സമയത്താണ്. നിങ്ങൾക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് മരിക്കാത്തത് കൊണ്ടാണ്. മരിക്കാത്ത അവയവങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പല കോശങ്ങളും ജീവിച്ചിരിക്കും. നിങ്ങൾ മരണമെന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാലും പല കോശങ്ങളിലും ജീവനുണ്ടാവും, ഓരോ കോശങ്ങൾക്ക് ജീവനുണ്ടാവും. നിങ്ങളുടെ ഒരു കോശത്തിൽ നിന്ന് വേണമെങ്കിൽ ക്ലോൺ ചെയ്ത് നിങ്ങളെപ്പോലെ ഒരാളിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ ഒരാളിൽ നിന്ന് പോലും പറ്റും. അതാണ് നമുക്ക് ഇന്ന് ശാസ്ത്രം നിൽക്കുന്ന ഒരു ഏരിയ. അതുകൊണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് ജീവൻ ഒരു പ്രോസസ്സാണ്, അതാണ് നമ്മൾ ആദ്യം അതിന് മനസ്സിലാക്കേണ്ടത്. അത് മെറ്റബോളിസം ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്, അതായത് ഉപാപചയ പ്രവർത്തനം, ഈ കോശങ്ങളെ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ, പിന്നെ പ്രത്യുൽപാദനം, അതിൻ്റെ പകർപ്പെടുക്കുക, ആ ഒരു ജീവവസ്തുവിൻ്റെ വേറൊരു പകർപ്പെടുക്കുക. അത് ചിലപ്പോൾ ഒരു സെല്ലിൻ്റെ ഡിവിഷൻ കൊണ്ട് അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നതായിരിക്കാം, ഒരു ജീവിയുടെ തന്നെ സമൂലമായ മറ്റൊരു പകർപ്പെടുക്കുന്നതായിരിക്കും. ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല, അതൊരു ആ പരിണാമത്തിൻ്റെ ഒരു ചെയിനിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. സോ കണ്ടിന്യൂവേഷനാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജീവനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ ചുറ്റിനും നിൽക്കുന്നതെല്ലാം ഓർഗാനിക് ആയിട്ടുള്ള മാറ്ററാണ്, എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളാണ്, ജൈവ പദാർത്ഥങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ജീവനുണ്ടോ? ജീവനുണ്ട്. പക്ഷേ ഈ ജീവൻ എന്നുള്ളതിനെ നിർവചിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. വെറുതെ ആത്മാവ്, പ്രാണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് വളരെ അവ്യക്തമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇത്ര വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്.